ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ല എൻ്റെ ഒരു പല്ലിൻ്റെ കാര്യം. അപ്പോൾ പല്ലിന് ക്യാപ്പ് ഇടുന്നതിന് മുമ്പേ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ തീർക്കാനായിട്ട് ഇന്നാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നുണ്ട്. അതിന് പോവാണ്. അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞാൽ മോണ കുറച്ചൊന്ന് കീറണം, ഈ പല്ല് വെക്കാനുള്ള സ്പേസ് ഉണ്ടാക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്താവും എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ ഇറങ്ങി അയാനെ കൊണ്ട് അയൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെയാണ് കേട്ടോ പോകുന്നത്. അയ്മയുടെ പല്ലിന് ചെറിയൊരു ആട്ടം, എന്നാൽ പിന്നെ ഈ കൂടെ അതും കൂടെ അങ്ങ് നടത്തിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ നടക്കുകയാണ്. നടന്നു വന്നപ്പോൾ നിറയെ തുമ്പികൾ കേട്ടോ. കുറച്ച് നേരം നിന്ന് അതൊക്കെ നോക്കി നിന്നു. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് ടെൻഷനുണ്ടോ? എനിക്കൊരു ടെൻഷനും ഇല്ലയെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും നല്ല ടെൻഷനുണ്ട് കേട്ടോ. നെഞ്ച് കിടന്ന് പടപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അകത്ത് കയറി ഞങ്ങൾ എത്തി എന്നുള്ള വിവരം അവരെ അറിയിച്ചിട്ട് പുറത്ത് കുറച്ച് നേരം ഇരുന്നു. പിന്നെ എന്നെ വിളിച്ചു. ഞാൻ അകത്തോട്ട് കയറി കേട്ടോ. ഈ ടൈമിൽ നമുക്ക് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അയിമ ഊഞ്ഞാലടന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ വാ പൊത്തിയിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ. വായെല്ലാം കൂടെ കൂടി ഒരു സ്ഥലത്തോട്ട് ഇരിക്കുകയാണ്. കാരണം മൊത്തം മരപ്പിച്ച് വെച്ചേക്കുമല്ലേ. അങ്ങനെ എന്തായാലും ഇവരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. നിങ്ങളെയും കൂടെ ചിരിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ വായൊക്കെ പൊത്തി പിടിച്ചേക്കുന്നത്. ഇപ്പം വേദനയൊന്നുമില്ല കേട്ടോ, മരച്ചിരിക്കുകയാണ്. അയിമയുടെ പല്ലെടുത്തപ്പോൾ അയിമക്ക് നല്ല വേദന, അതുകൊണ്ട് ഐസ്ക്രീം തിന്നണമെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഐസ്ക്രീമും എനിക്ക് വായിൽ തണുത്തോളം കൊള്ളാൻ പറഞ്ഞപ്പോൾ അതുമൊക്കെ വാങ്ങിക്കാൻ പോയിക്കാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ പയ്യെ തണുത്തോളം കുടിച്ചു കേട്ടോ. 2 ദിവസത്തേക്ക് വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയിമ പിന്നെ ചില്ല് ചെയ്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ബൈ.